സൂപ്പർ ലീഗ് കേരളയിലെ ആദ്യ ജയം സ്വന്തമാക്കി തിരുവനന്തപുരം കൊമ്പൻസ്. ഹോം മത്സരത്തിൽ ഫോഴ്സ കൊച്ചിയെ എതിരില്ലാത്ത ഒരു ഗോളിന് വീഴ്ത്തി. പകരക്കാരനായി എത്തിയ ലിമ സിൽവ വിക്ടറാണ് കൊമ്പൻസിന്റെ വിജയ ഗോൾ നേടിയത്. സീസണിൽ ജയം ആവർത്തിക്കാൻ കാലിക്കറ്റ് FC ഇന്നിറങ്ങും. സ്വന്തം തട്ടകത്തിൽ തൃശൂർ മാജിക് FC യാണ് എതിരാളികൾ. മത്സരം രാത്രി 7:30. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഡൽഹി ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറി ലക്ഷ്യമിട്ട് യശസ്വി ജയ്സ്വാൾ ഇന്നിറങ്ങും. രണ്ടാം ദിനം 2-ന് 318 റൺസ് എന്ന നിലയിൽ ഇന്ത്യ ബാറ്റിംഗ് പുനരാരംഭിക്കും. 173 റൺസുമായി ജയ്സ്വാളും 20 റൺസുമായി നായകൻ ശുഭ്മാൻ ഗില്ലുമാണ് ക്രീസിൽ. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുക്കുന്ന ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് ലഭിച്ചത്. ഇന്ത്യക്കായി സായ് ദർശൻ അർദ്ധ സെഞ്ചുറി നേടി. ഷാങ്ഹായ് മാസ്റ്റേഴ്സ് ടെന്നീസിൽ ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. അവസാന റൗണ്ടിൽ ഇടം പിടിക്കാൻ ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ച് ഇന്നിറങ്ങും. മൊണോക്കോ താരം വാലന്റൈനാണ് ജോക്കോയുടെ എതിരാളി. മത്സരം ഉച്ചയ്ക്ക് 2-ന്. രണ്ടാം സെമിയിൽ ഡാനിൽ മെദ്വദേവ് ആർത്തറിനെ നേരിടും. അന്താരാഷ്ട്ര സന്നാഹ മത്സരത്തിൽ ഗോളിൽ ആറാടി ബ്രസീൽ. സൗത്ത് കൊറിയ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തകർത്തു. എസ്റ്റേവോ, റോഡ്രിഗോ എന്നിവർ ഇരട്ട ഗോളുമായി തിളങ്ങി. കാനറുകൾക്കായി വിനീഷ്യസ് ജൂനിയറും വലകുലുക്കി. ഒരു ഘട്ടത്തിലും കാനറുകൾക്ക് വെല്ലുവിളിയുയർത്താൻ സൗത്ത് കൊറിയയ്ക്കായില്ല. വനിതാ ലോകകപ്പിൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ ഇന്ത്യ നാളെ ഇറങ്ങും. സൂപ്പർ പോരിൽ കരുത്തരായ ഓസ്ട്രേലിയയാണ് ഹർമൻപ്രീത് കൗറിന്റെയും സംഘത്തിന്റെയും എതിരാളികൾ. മത്സരം നാളെ വൈകിട്ട് 3-ന് വിശാഖപട്ടണത്ത്. നിലവിൽ 5 പോയിന്റുമായി ഓസീസ് 1-ാം സ്ഥാനത്തും 4 പോയിന്റുമായി ഇന്ത്യ 3-ാം സ്ഥാനത്തുമാണ്. സന്നാഹ മത്സരത്തിൽ ഇന്തോനേഷ്യക്കെതിരെ ആവേശജയം സ്വന്തമാക്കി ഇന്ത്യ അണ്ടർ-23 ടീം. ജക്കാർത്തയിൽ നടന്ന മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ഇരട്ട ഗോൾ നേടിയ സുഹൈൽ അഹമ്മദാണ് കൗമാരപ്പടയുടെ വിജയശില്പി. ഇരു ടീമുകളും ഈ മാസം 13-ന് വീണ്ടും ഏറ്റുമുട്ടും.